ബാക്കി വന്ന ദോശമാവ് വെച്ച് നമുക്ക് നല്ലൊരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കിയാലോ? നല്ല അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. അപ്പം നമ്മളുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലേ? ഡെയിലി നമ്മൾ മിക്കവാറും ദോശ, ഇഡലി അങ്ങനെയായിരിക്കും. അപ്പം ബാലൻസ് ദോശമാവ് നമ്മൾ വേഗം കൊണ്ടുപോയി ഫ്രിഡ്ജിൽ കയറ്റി വെക്കും. അപ്പോൾ ഞാനും വിചാരിച്ചു കുറച്ച് ദോശമാവ് ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാലോ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അങ്ങനെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ കേട്ടോ. അപ്പോൾ ഇത് പൊതുവേ ആൾക്കാരൊക്കെ ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ദോശമാവ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശേഷം അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ സവാള കുറച്ച് നല്ല അടിപൊളിയായി കൊത്തി അരിഞ്ഞെടുക്കുക. ശേഷം നമുക്ക് കുറച്ച് ഇഞ്ചി, അതുപോലെ തന്നെ ഒരു പച്ചമുളക്, അതുപോലെ കുറച്ച് കറിവേപ്പില, മല്ലിയില ഒക്കെ ചേർത്ത് കൊടുക്കണം. ശേഷം ഞാൻ ഈ ബാറ്റർ ഒന്ന് തിക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൈദപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ ഞാൻ ചേർക്കുന്നത് നമ്മുടെ ആട്ടപ്പൊടിയാട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതുകൊണ്ട് ആ ഒരു ഹെൽത്തി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആട്ടപ്പൊടി ചേർത്തത്. ശേഷം ഞാൻ കുറച്ച് മുളക്, മഞ്ഞൾ, അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടിയും ഉപ്പും ഇതിൻ്റെ ദോശമാവിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം ചേർക്കുക. ശേഷം നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് ഒരു ചീൻചട്ടി എടുത്ത് ആ ചീൻചട്ടി ചൂടാച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം എണ്ണ നല്ലോണം ചൂടായ ശേഷം നമുക്ക് ഓരോ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് നല്ലോണം പൊങ്ങി വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഉഴുന്ന് കൊണ്ടുള്ള ദോശയുടെ മാവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് വേറെ ബേക്കിംഗ് സോഡേൻ്റെയോ അങ്ങനെയുള്ള ആവശ്യമൊന്നുമില്ല. ആദ്യത്തേതൊന്ന് ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടില്ല, എന്നാലും പാകം കുറച്ച് കൂടിപ്പോയി. ഇനി നമുക്ക് തീയൊന്ന് കുറച്ച് നമുക്ക് ആദ്യം വീണ്ടും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഇങ്ങനെ ഓരോന്നായി ചുട്ടെടുക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലൊരു അസാധ്യ ടേസ്റ്റാട്ടോ. അപ്പോൾ ഈ ഒരു സ്നാക്സിന് എന്ത് പേരാ ഇടുക എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ കൂട്ടുകാർക്ക് അറിയുമെങ്കിൽ പറയണം. അപ്പോൾ ഈ സ്നാക്സിന് വേണമെങ്കിൽ നമുക്കിത് വെറുതെ കഴിക്കാം. അതുപോലെ തന്നെ നല്ലൊരു ചട്നിയോ അല്ലെങ്കിൽ ഒരു സാമ്പാറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂട്ടി കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റിയാണ്. അതേപോലെ നമുക്ക് ഈ ഒരു ബാറ്റർ നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിയിൽ ഉണ്ടാക്കാനും പറ്റും കേട്ടോ. ഉണ്ണിയപ്പ ചട്ടിയിൽ എന്ന് പറയുമ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതാ നമ്മുടെ മാവ് നല്ലോണം ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് തിരിച്ചു മറിച്ച് വിട്ടെടുക്കാം കേട്ടോ. പിന്നെ അങ്ങനെ ഒരുപാട് എണ്ണ കുടിക്കുന്നു അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഒരുപാടൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല ഒരു ഇരുമ്പിൻ്റെ ചീൻചട്ടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ബെറ്റർ. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, പിന്നെ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് സ്റ്റീലിൻ്റെത് എടുത്തപ്പോൾ ചെറുതായിട്ടൊന്ന് അടുക്കി പിടിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഓയിലിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം. പിന്നെ കൂടുതൽ ഒരുപാട് ഒഴിച്ച് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് കേട്ടോ കുറച്ച് ഉപയോഗിക്കുന്നത്. പിന്നെ വെളിച്ചെണ്ണേൻ്റെ എല്ലാം വില നമുക്കറിയുന്നതല്ലേ. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും റെഡി ആവുന്നുണ്ട്. അപ്പം ഞാനിത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് കൂടി സൈഡിലേക്ക് കൂടി ഒരാൾ വന്ന് അടിച്ചു മാറ്റി കഴിക്കുന്നുണ്ട്. അത് ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ട്രിപ്പും റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചൂടോടെ കഴിക്കുമ്പം വേറെ ഒന്നും വേണ്ട കേട്ടോ. ടച്ചിങ്സ് ആയിട്ട് നല്ല അടിപൊളി സ്നാക്സ് ആണ്. നല്ല ക്രിസ്പിയാണ്, നല്ല സോഫ്റ്റാണ്. പുറമേ നല്ല ക്രിസ്പി ആണെങ്കിലും ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ദോശ തവയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ണിയപ്പ തവേൻ്റെ അകത്ത് നമുക്ക് നല്ലോണം ചൂടായ ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ശേഷം ഓരോ സ്പൂണായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുശേഷം അത് നമുക്കൊന്ന് മറിച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് കറി ഉപയോഗിച്ചും കഴിക്കാം, നമ്മുടെ ചട്നി സാമ്പാറൊക്കെ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പനിയാരം എന്നൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷെ ഞാൻ ആ ഒരു ഇതിൽ ഉണ്ടാക്കിയതല്ല, എൻ്റെ മനസ്സിൽ തോന്നിയ ആ ഒരു ഇതിൽ പെട്ടെന്ന് അതും ഒരു ഐഡിയ തോന്നിയതുകൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ട് സംഭവം സൂപ്പറാണ്. ദോശ, ഇഡലി എപ്പോഴും ഇത് തന്നെ കഴിച്ച് മടുക്കുമ്പോൾ നമുക്ക് കുറച്ച് വെറൈറ്റി പിടിക്കണ്ടേ. അപ്പോൾ അതുപോലെ വെറൈറ്റി ആയിട്ട് കുട്ടികൾക്കെല്ലാം കൊടുക്കാനും അതുപോലെ തന്നെ കാണാൻ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ അവർക്കതൊരു കൗതുകമായിരിക്കും, പിന്നെ കഴിക്കാനും താല്പര്യം ഉണ്ടാവും. ഇനി നമുക്ക് ഇതേ ബാറ്ററിൽ തന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്തിട്ട്, ഉള്ളി മാത്രമല്ല കുറച്ച് ക്യാരറ്റൊക്കെ ആഡ് ചെയ്ത്, ബീൻസ് അങ്ങനെയുള്ള എല്ലാം കട്ട് ചെയ്തിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ കുറച്ചും കൂടിയും ചെറുതായിട്ട് കുട്ടികൾക്ക് അത് കടിക്കാൻ കിട്ടുന്ന രീതിയിലാവറ്. അപ്പോൾ അത്രയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതുപോലെ കുക്ക് ചെയ്തെടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. കാണുമ്പോൾ ഉണ്ണിയപ്പത്തിനെ പോലെ ഉണ്ടെങ്കിലും കാണാനും നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നല്ല അടിപൊളി ആയിട്ടാണ്. അപ്പം കൂട്ടുകാരോട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ